Hello friends, Python series രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പൈത്തൺ സീരീസ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. കുറച്ച് കാരണങ്ങൾ കാരണം അത് പെട്ടെന്ന് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ തുടങ്ങുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ പൈത്തൺ സീരീസിൻ്റെ വീഡിയോസ് ഞങ്ങൾ റെഗുലർലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ആയിരിക്കും. ഇതുവരെ ഞങ്ങൾ 3 വീഡിയോസ് പൈത്തൺ സീരീസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 വീഡിയോസും കാണാത്തവർ ചെന്ന് കാണുക. ഇത് 4ാമത്തെ വീഡിയോയാണ്. ബേസിക്കലി ഇതാണ് ശരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്ത് തുടങ്ങാൻ പോകുന്ന വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലേലിസ്റ്റിൽ ഇതുവരെ 3 വീഡിയോസാണ് വന്നിരിക്കുന്നത്. ഇത് 4ാമത്തെ വീഡിയോ ആണ്. 3 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ ബാക്കി കാണാനിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനു മുമ്പ് ഞങ്ങൾ പൈത്തൺ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പൈത്തൺ എങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊരു ചെറിയൊരു ട്യൂട്ടോറിയലാണ് ആ ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ ചെന്ന് കണ്ടിട്ട് വരിക. മേളിൽ ഇപ്പോൾ ഐ കാർഡ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഉള്ള ഐ കാർഡാണിത്. അപ്പോൾ കാണാത്തവർക്ക് ഞങ്ങൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ചെന്ന് കണ്ടിട്ട് തിരിച്ച് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ കാണാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരിക. കണ്ടവരാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈത്തൺ സീരീസിലെ 2ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. സോ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് തീർക്കാം. ഒത്തിരി ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്, ഞാൻ ചെയ്തു തരുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ തന്നെ വേറൊരു വിൻഡോ എടുത്തിട്ട് നിങ്ങളുടേതായ കുറച്ചുകൂടെ എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന എക്സാമ്പിൾസ് അല്ലാതെ കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കി കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാൻ ചെയ്തത് തന്നെ നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആകുമായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതിലൂടെ ശരിയായിരിക്കുമല്ലോ കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ എക്സാമ്പിൾസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ കുറച്ച് പ്രോബ്ലംസ്, ഇപ്പോൾ തുടക്കത്തിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ഉണ്ടാകുകയില്ല. പക്ഷെ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒന്ന് കറക്റ്റ് ആകാൻ പറ്റുകയുള്ളൂ. സോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബിഗിനർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് പൈത്തൺ. സോ പൈത്തൺ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അത്രയുമാണ് പറയാനുള്ളൂ. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. സോ പൈത്തൺ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇനി നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ പൈത്തൺ ആയതിനെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും അത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രിപ്റ്റ് മോഡ് എന്നത്. പൈത്തണിൽ പ്രധാനമായും 2 തരത്തിലുള്ള മോഡുകളാണുള്ളത്. ഒന്ന് സ്ക്രിപ്റ്റ് മോഡും ഒന്ന് ഇൻ്റർപ്രറ്ററും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കാണാൻ പോകുന്നത്. സോ സ്ക്രിപ്റ്റ് മോഡിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എല്ലാം തന്നെ ഒറ്റയടിക്ക് നമ്മൾ എഴുതേണ്ടി വരും. അതായത് എനിക്കിവിടെ 2 പേരുകൾ പ്രിന്റ് ചെയ്ത് കാണിക്കണം. സോ ഇപ്പം ഞാനിവിടെ അരുൺ എന്നൊരു പേരെടുക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ രാഹുൽ എന്നൊരു പേരെടുക്കുകയാണ്. സോ ഇത് രണ്ടും എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഈ 2 കോഡും എഴുതണം. അതിനുശേഷം ഇതിന് ഞാൻ സേവ് ചെയ്യണം. സേവ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്കത് റൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. റൺ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. സോ സേവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫയലിൽ പോയ ശേഷം സേവ് ആസ് എന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ഏതെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ Ctrl+S കീ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സേവ് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെസൺ എന്ന് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത് സേവ് ആയിരിക്കുന്നു. സേവായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്ത ആ പേരിൽ ഫസ്റ്റ് ലെസൺ .py എന്നത് പൈത്തണിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. .py എന്നതാണ് എക്സ്റ്റൻഷൻ. സോ ഇവിടെ ആ പേര് വന്നിരിക്കുന്നു. നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ചെറിയൊരു ആസ്റ്ററിസ്കും കൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ചെറിയ സാധനം കൂടെ കാണാൻ പറ്റും. സോ കണ്ടോ, ഇപ്പോൾ വന്നതനുസരിച്ച് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടില്ല എന്നർത്ഥം. നമ്മളിവിടെ ഒരു പുതിയൊരു മാറ്റം വരുത്തി. എന്ത് മാറ്റം വരുത്തിയാലും സ്ക്രിപ്റ്റ് മോഡിൽ നമ്മളത് സേവ് ചെയ്തിരിക്കണം. സേവ് ചെയ്യാതെ നമുക്കത് റൺ ചെയ്യാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ആസ്റ്ററിസ്ക് കൊണ്ടുവന്നുകൊണ്ട്
എനിക്കത് ഒന്നോടെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ Ctrl+S കൊടുത്ത് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ആസ്റ്ററിസ്ക് പോയി. സോ ഇതാണ് സ്ക്രിപ്റ്റ് മോഡ്. ഇനി എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എനിക്കിത് റൺ ചെയ്യണം. റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു റൺ എന്ന ഓപ്ഷൻ എടുത്തിട്ട് റൺ മൊഡ്യൂൾ എന്ന് കൊടുക്കാം. അഥവാ കീബോർഡിലെ F5 കീ നമുക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ വേറൊരു വിൻഡോ വരുന്നു. നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു വിൻഡോനെ നമ്മൾ സ്ക്രിപ്റ്റ് മോഡ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ ഒരു വിൻഡോനെ നമ്മൾ ഇന്റർപ്രറ്റർ എന്നായിരിക്കും വിളിക്കുന്നത്. രണ്ട് മോഡിൽ നമുക്ക് കോഡ് എഴുതാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ ഞാനിപ്പോൾ പ്രിന്റ് അരുൺ എന്ന് കൊടുത്തപ്പോഴാണ് എനിക്കിവിടെ അരുൺ എന്ന പേര് ഇവിടെ പ്രിന്റ് ആയി കാണിച്ചത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് മോഡിൽ കൊടുക്കുമ്പോൾ പ്രിന്റ് എന്ന് കൊടുക്കണം. എന്നാൽ നമ്മൾ ഇന്റർപ്രറ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്റർപ്രറ്ററിൽ എനിക്ക് അരുൺ എന്ന പേര് പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എനിക്ക് വെറും അരുൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മാത്രം മതി. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രിന്റ് എന്നൊന്നും കൊടുത്തില്ല, പക്ഷെ ഇവിടെ പ്രിന്റ് എന്ന് കൊടുത്തപ്പോൾ മാത്രമാണ് എനിക്ക് ഇവിടെ അരുൺ എന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചത്. സോ നമ്മൾ സ്ക്രിപ്റ്റ് മോഡിൽ പ്രിന്റ് എന്നത് ഉപയോഗിക്കണം. ഇന്റർപ്രറ്ററിൽ പ്രിന്റ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ചെറിയൊരു മാത്സ് പ്രോബ്ലം ചെയ്യണം. അതായത് പ്രിന്റ് 2+3 5 ആണ്. സോ ഞാനിപ്പോൾ എഴുതുന്ന സ്ക്രിപ്റ്റ് മോഡിലാണ്. സ്ക്രിപ്റ്റ് മോഡിൽ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പ്രിന്റ് കൊടുക്കണം. പ്രിന്റ് കൊടുത്തിട്ട് ഞാനിത് സേവ് ചെയ്യുന്നു. കണ്ടോ, സേവ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ ഒരു ആസ്റ്ററിസ്ക് കാണാൻ സാധിക്കും. ഞാനിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം F5 കൊടുത്ത് ഞാനിത് റൺ ചെയ്യിക്കുന്നു. റൺ ചെയ്യിക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ അരുൺ, രാഹുൽ, അതിനുശേഷം 2+3 5 വരുന്നു. പക്ഷെ ഇവിടെ ഞാൻ വീണ്ടും പ്രിന്റ് ആണ് കൊടുത്തത്. ഇനി എനിക്ക് ഇതേ 2+3 നമ്മുടെ ഇന്റർപ്രറ്ററിൽ ചെയ്യണമെങ്കിൽ പ്രിന്റ് എന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല. 2+3 എന്ന് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ 5 എന്ന് കിട്ടുന്നതാണ്. സോ ഇവിടെ പ്രിന്റിന്റെ ആവശ്യമില്ല. പ്രിന്റ് ഉപയോഗിച്ചും ചെയ്യാം. ഞാൻ ഇതേ കാര്യം തന്നെ പ്രിന്റ് വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. പ്രിന്റ് 2+3 ചെയ്യുമ്പോഴും 5 വരും. ആവശ്യമില്ല എന്നതാണുള്ളൂ. അത് കൊടുത്താലും പ്രശ്നമില്ല. ഇന്റർപ്രറ്ററിൽ പ്രിന്റിന്റെ ആവശ്യമില്ല, കൊടുത്താലും ഇതുപോലെ തന്നെ ശരിയാവും. നമ്മൾ ആദ്യം നോക്കിയ പ്രിന്റ് അരുൺ എന്നത് ഞാൻ ഒന്നോടെ കാണിച്ചു തരാം. അതും റൺ ആകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എക്സ്ട്രാ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷെ എപ്പോഴും സ്ക്രിപ്റ്റ് മോഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ എനിക്കൊരു രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ച് ചെയ്യണം. അതായത് ഞാൻ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. പ്രിന്റ് അരുൺ എന്നത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എനിക്ക് പ്രിന്റ് രാഹുൽ എന്നത് എടുക്കണം. പക്ഷെ ഞാൻ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും അരുൺ എന്നത് പ്രിന്റ് ആകുന്നതാണ്. എനിക്ക് ഒന്നോടെ കോഡ് എഴുതാനുള്ള അവസരം ഇന്റർപ്രറ്റർ തരുന്നില്ല. പക്ഷെ നമ്മുടെ സ്ക്രിപ്റ്റ് മോഡിൽ നമുക്ക് എത്ര കോഡ് വേണമെങ്കിലും ഒറ്റയടിക്ക് എഴുതിയിട്ട് നമുക്കത് എല്ലാം കൂടെ 1 at a ടൈം നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു പേരും കൂടെ കൊടുത്തു. അതിനുശേഷം ഞാൻ സേവ് ചെയ്തിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക സ്ക്രിപ്റ്റ് മോഡിൽ സേവ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സേവ് ചെയ്ത ശേഷം ഞാൻ F5 കൊടുത്ത് ഒന്നുകൂടെ റൺ ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ നടന്ന എല്ലാ കോഡും ഒന്നുകൂടി ഇവരോട് നമുക്ക് റൺ ചെയ്ത് കാണിക്കുന്നു. നമ്മുടെ ആദ്യത്തെ അരുൺ, രാഹുൽ, 5 ബേസിൽ എന്നിവ. സോ അതാണ് ഇന്റർപ്രറ്ററും സ്ക്രിപ്റ്റ് മോഡും തമ്മിലുള്ള വ്യത്യാസം. സോ ഇന്റർപ്രറ്ററും സ്ക്രിപ്റ്റ് മോഡും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിലെങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നും ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് വേരിയബിൾ അസൈൻമെന്റ് എന്നത്. സോ അത് പഠിക്കുന്നതിന് മുമ്പ് വേരിയബിൾ എന്താണെന്നും അസൈൻമെന്റ് എന്താണെന്നും നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടുത്തെ എൻ്റെ ഈ കോഡൊന്ന് എടുത്ത് കളയുകയാണ്. നമുക്കിനി രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. വേരിയബിൾ എന്താണെന്നും അസൈൻമെന്റ് എന്താണെന്നും. സോ ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഞാനൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഒരു പേര്, അതായത് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ നോക്കാം. എനിക്ക് അരുൺ എന്ന പേര് നമ്മുടെ പ്രോഗ്രാമിൽ കുറേ തവണ ഉപയോഗിക്കണം, അതായത് ഒരു 10 തവണ ഉപയോഗിക്കണം. അല്ലെങ്കിൽ അരുൺ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയ പേരായ നമുക്ക് ഇപ്പം ന്യൂഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് എൻ്റെ പ്രോഗ്രാമിൽ കുറേ തവണ ഉപയോഗിക്കണം. അപ്പോൾ എപ്പോഴും ന്യൂഡൽഹി എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണൊക്കെ വേണം. അതിനേക്കാളും ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഈ ന്യൂഡൽഹി എന്ന് പറഞ്ഞ വാല്യൂ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അത് എപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ പ്രോഗ്രാം കുറച്ചുകൂടെ കാണാനും നല്ലത്, കുറച്ചുകൂടെ കുഞ്ഞതുമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വേരിയബിൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ എടുക്കാം, ന്യൂഡൽഹി. അപ്പോൾ ഇതാണ് എനിക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വാക്ക്. അപ്പോൾ എനിക്കിത് എപ്പോഴും ന്യൂഡൽഹി എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കണേക്കാൾ ഭേദം ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഈ വാല്യൂവിനെ വെക്കുന്നു. അപ്പോൾ ഈ വെക്കുന്ന കണ്ടെയ്നറിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ
ഇനി അടുത്ത ഡൗട്ടാണ് ഈ കണ്ടെയ്നർ എങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടെയ്നറും ഒരു വേർഡ് തന്നെയാണ്. സോ ഇവിടെ ഞാനിത് പ്ലേസ് എന്ന് കൊടുക്കണം. പ്ലേസ് ഈക്വൽ ടു ന്യൂഡൽഹി. ഇതാണ് ആ ഒരു ഇതിന്റെ റൂള്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. വേരിയബിൾ ഈക്വൽ ടു വാല്യൂ. ഇതാണ് നമ്മുടെ വാല്യൂ, ന്യൂഡൽഹി എന്നത്. പ്ലേസ് എന്നത് നമ്മുടെ വേരിയബിൾ ആണ്. സോ പ്ലേസ് ഈക്വൽ ടു ന്യൂഡൽഹി. അതായത് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പ്രോഗ്രാമിൽ ന്യൂഡൽഹി എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ന്യൂഡൽഹി എന്ന് അടിക്കേണ്ട ആവശ്യമില്ല. പ്രിന്റ് പ്ലേസ് എന്ന് കൊടുത്താൽ മതി. സോ ഞാനിവിടെ പ്രിന്റ് പ്ലേസ് എന്ന് കൊടുത്തു. ഈ രണ്ട് സാധനങ്ങളിൽ നിന്ന് എടുത്താലായിട്ട് നമ്മുടെ കോഡിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. സോ പ്രിന്റ് പ്ലേസ് എന്ന് കൊടുത്തു. ഞാനത് സേവ് ചെയ്ത ശേഷം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ന്യൂഡൽഹി എന്ന് പ്രിന്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇത് എനിക്ക് പ്ലേസ് എന്ന് കൊടുക്കണ്ട, പ്രിന്റ് ന്യൂഡൽഹി എന്ന് തന്നെ കൊടുക്കണമെങ്കിലും കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ കോഡ് നമുക്ക് കുറച്ചുകൂടെ വലിയതാവും. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സാധനങ്ങളുടെ അമൗണ്ടും കൊടുക്കും. കണ്ടോ, ഇവിടെ രണ്ട് തടത്തും ന്യൂഡൽഹി എന്നത് കറക്റ്റായിട്ട് പ്രിന്റ് ആയി. പക്ഷെ കുറച്ചുകൂടെ ലെസ് എമൗണ്ട് ഓഫ് കോഡ് ആവശ്യം വന്നത് പ്രിന്റ് പ്ലേസ് എന്ന് കൊടുത്തപ്പോഴാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വേരിയബിൾ അസൈൻമെന്റ് കൊടുക്കുന്നത്. ഇനി വേരിയബിൾ നമുക്ക് ഏത് പേര് വേണമെങ്കിലും വെക്കാം. അവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലേസ് എന്നാണ് വെച്ചത്. ഇപ്പോൾ ഞാൻ പ്ലേസസ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ പ്രിന്റ് ആകുന്നതായിരിക്കും. പക്ഷെ ഇവിടെ പ്ലേസസ് എന്നാക്കുമ്പോൾ ഇവിടെയും പ്ലേസസ് എന്നാക്കണം. പ്ലേസ് എന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല. കാരണം പൈത്തൺ നോക്കുമ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു സാധനം അതിനറിയില്ല. കാരണം നമ്മൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു സാധനം സ്പെസിഫൈ ചെയ്തിട്ടേ ഇല്ല, നമുക്ക് പ്ലേസസ് എന്നാണ് അറിയുള്ളൂ. സോ ഇത് ഞാനിപ്പോൾ റൺ ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. കണ്ടോ, ന്യൂഡൽഹി. പക്ഷെ അതല്ലാതെ ഞാനിപ്പോൾ പ്ലേസ് എന്നാണ് കൊടുത്തത്. ഇത് ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്തു. കണ്ടോ, നെയിം പ്ലേസ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കും. അതായത് പ്ലേസ് എന്ന വാക്ക് പൈത്തൺ അറിയില്ല. ഇവിടെ പ്ലേസസ് എന്നാക്കുമ്പോൾ വീണ്ടും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് എല്ലാ തരത്തിലുള്ള വേർഡ്സും ഒരു വേരിയബിൾ ആക്കാൻ സാധിക്കുകയില്ല. അതായത് ഇപ്പോൾ ഞാൻ പറയാം പ്ലേസസ് അറ്റ്, ഇങ്ങനെ ഞാൻ കൊടുത്തു. അതായത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇത് ഞാൻ സേവ് ചെയ്തിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് ആ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്തു. കണ്ടോ, ഇവിടെ ഞാൻ അത് റൺ ചെയ്യാൻ നോക്കുമ്പോൾ ഇൻവാലിഡ് സിൻടാക്സ് എന്ന് വരും. കാരണം നമ്മുടെ വേരിയബിളിനകത്ത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ പാടുന്നതല്ല. അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ. അതൊക്കെ പാലിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്കൊരു വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനകത്തുള്ള ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേരിയബിളിൻ്റെ തുടക്കത്തിൽ ഒരിക്കലും ഒരു നമ്പർ വരാൻ സാധിക്കുകയില്ല. അതായത് 1 പ്ലേസസ് അല്ലെങ്കിൽ ഒരു 20 പ്ലേസസ് അങ്ങനെയൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല. നമുക്ക് പ്ലേസസ് 1 എന്ന് കൊടുക്കാം. അതായത് തുടക്കത്തിൽ ഡിജിറ്റ് വരാൻ പാടുകയില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. സോ ഇപ്പോൾ പ്ലേസസ് 1 എന്നോ പ്ലേസസ് 10 എന്നോ എനിക്ക് കൊടുക്കാം, പ്ലേസസ് 9 അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷെ തുടക്കത്തിൽ ഒരിക്കലും നമ്പർ വരാൻ പാടുകയില്ല. മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസസ് പാടുകയില്ല. അതായത് ഞാനിപ്പോൾ പ്ലേസ് ഇൻ ഇന്ത്യ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്പേസ് ഉണ്ട്, പക്ഷെ ആ സ്പേസ് സാധിക്കുകയില്ല, സ്പേസ് ഇടാൻ പാടുകയില്ല. അതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. സോ ഞാൻ ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടർ എടുത്ത് കളയുകയാണ്. സ്പെഷ്യൽ ക്യാരക്ടർ പാടില്ല, സ്പേസസ് പാടില്ല, ഡിജിറ്റ് ആദ്യം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? തുടക്കത്തിൽ ഒരു വേർഡ് അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അതായത് അണ്ടർസ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പലിനെയാണ് നമ്മൾ അണ്ടർസ്കോർ എന്ന് പറയുന്നത്. അണ്ടർസ്കോർ അഥവാ ഒരു വേർഡ് ആകാം തുടക്കത്തിൽ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റ്സ് ഇത് കഴിഞ്ഞിട്ട് വരാം. അതായത് തുടക്കത്തിൽ ഡിജിറ്റ്സ് പാടില്ല എന്നുള്ളൂ. രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ആയിട്ട് നമുക്ക് ഡിജിറ്റ്സ് കൊണ്ടുവരാവുന്നതാണ്. സ്പേസ് ഒരിക്കലും പാടുകയില്ല, കീവേഡ്സ് പാടുന്നതല്ല. നമുക്ക് അണ്ടർസ്കോർ ഇടാവുന്നതാണ്, അണ്ടർസ്കോർ എവിടെ വേണമെങ്കിലും ഇടാം. സോ അങ്ങനെ കുറച്ച് നിയമങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നമുക്കൊരു വേരിയബിള് അസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ റൂൾസ് നിങ്ങൾ എപ്പോഴും ഓർത്ത് ചെയ്യുക. കുറച്ച് പ്രോഗ്രാം നിങ്ങൾ തന്നെ കുറച്ച് വേരിയബിൾ ഇങ്ങനെ കണ്ടുപിടിച്ച്, ഞാൻ പറയുന്നത് അല്ലാതെ കുറച്ചുകൂടെ വേരിയബിൾസ് നിങ്ങൾ കുറച്ചുകൂടെ അധികം എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റ് പറ്റുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക, കുറച്ചുകൂടെ ചെയ്ത് പഠിച്ചാലാണ് നമുക്കിത് മനസ്സിലാക്കുകയുള്ളൂ. വേരിയബിൾ അസൈൻമെന്റിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു സബ് ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ വേരിയബിൾ അസൈൻമെന്റ്സ് എന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് ഇവിടെ എ എന്ന് പറഞ്ഞ വാല്യൂവിലേക്ക് 10 എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യണം. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 20 എന്ന വാല്യൂ, സി എന്ന വേരിയബിളിലേക്ക് 30 എന്ന വാല്യൂ. സോ ഈ ഒരു 3 സ്റ്റെപ്പ് ചെയ്യാൻ എനിക്ക് 3 ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടി വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇതുപോലത്തെ ഒരു ലൈക്ക് ഒരു
10 or 20 lines of code നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വേസ്റ്റ് ആകും. സോ അതുപോലെ അത്രയ്ക്കും ലൈൻസ് ഓഫ് കോഡ് വേസ്റ്റ് ആകാതിരിക്കാനാണ് മൾട്ടിപ്പിൾ വേരിയബിൾ അസൈൻമെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് സിമ്പിൾ ആണ്. ഇതേ സാധനം തന്നെ ഞാൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിൾ അസൈൻമെന്റ് യൂസ് ചെയ്ത് ഞാൻ കൊടുക്കും a, b, c ഈക്വൽസ് 10, 20, 30. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇവിടുത്തെ ഈ ഒരു ഈക്വൽ ടു സിമ്പിളിന്റെ ഏറ്റവും ലെഫ്റ്റിലെ എ ഈ ഒരു വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ആകും. അതുപോലെ തന്നെ അടുത്തത് ബി എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് 20 എന്ന വാല്യൂ, സി എന്ന വേരിയബിളിലേക്ക് 30 എന്ന വാല്യൂ. സോ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ വേരിയബിൾ അസൈൻമെന്റ്സ്. അതായത് മൾട്ടിപ്പിൾ വേരിയബിൾസിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 3 മാത്രമൊന്നുമല്ല, നമുക്ക് ഇഷ്ടംപോലെ പറ്റും. ഇതുപോലെ ABCD എന്ന് കൊടുത്ത ശേഷം ഇവിടെ ഞാനൊരു 100 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. നമുക്കിത് ഓരോന്നും എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ പ്രിന്റ് A എന്ന് കൊടുത്തു, അതുപോലെ തന്നെ പ്രിന്റ് B എന്ന് കൊടുത്തു, പ്രിന്റ് സോ ഇവിടെ ഞാൻ എല്ലാ വേരിയബിൾസും പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സേവ് ചെയ്തു, റൺ ചെയ്തപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ഇപ്പോഴും കോഡ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് മോഡിലായതുകൊണ്ട് എപ്പോഴും സേവ് ചെയ്യണം, എന്നിട്ട് വേണം റൺ ചെയ്യാൻ. സോ ഇവിടെ ഞാൻ റൺ ചെയ്യുമ്പോൾ നമ്മുടെ എയുടെ വാല്യൂ ആയ 10, B 20, C 30 ആൻഡ് D 100 ഇവിടെ കറക്റ്റായിട്ട് അതേ ഓർഡറിൽ പ്രിൻ്റായി വരുന്നതാണ്. സോ മൾട്ടിപ്പിൾ വേരിയബിൾ അസൈൻമെന്റ്സ് നമ്മൾ വലിയ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴും അതിലേക്ക് കുഞ്ഞു പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മുടെ ലൈൻസ് ഓഫ് കോഡ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിലെ നമ്പർ ഓഫ് കോഡ്സ് കുറയ്ക്കുന്നതായിരിക്കും പ്രോഗ്രാം കാണാൻ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് കാണാൻ ഇരിക്കുക. സോ എപ്പോഴും ലൈൻസ് ഓഫ് കോഡ് കുറയ്ക്കുക. നമ്മൾ ഒത്തിരി നമ്മുടെ നമ്പർ ഓഫ് ലൈൻസ് കൂട്ടുന്തോറും കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകാനുള്ള ഇത് കുറയും. സോ നമ്മൾ എത്ര കുറച്ച് ലൈൻസ് ഓഫ് കോഡ് എടുത്ത് ചെയ്യുന്നു അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ പ്രോഗ്രാം. സോ നമ്മളിന്ന് 2 ടോപ്പിക്കാണ് പ്രധാനമായിട്ടും പഠിച്ചത്. ഒന്ന് ഇന്റർപ്രിറ്ററും സ്ക്രിപ്റ്റ് ബോർഡും തമ്മിലുള്ള വ്യത്യാസം, 2 വേരിയബിൾ അസൈൻമെന്റും. 2 ടോപ്പിക്കുകളാണ് ഉണ്ടായിരുന്നെങ്കിലും നല്ലോണം ഡീറ്റെയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും ഒന്നോടെ വീഡിയോ ഒന്ന് ചെന്ന് കാണുക. രണ്ടാമതോടൊന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടേതായ കുറച്ച് എക്സാമ്പിളുകൾ ചെയ്യുമ്പോൾ 2 ടോപ്പിക്കും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. ചെറിയ ടോപ്പിക്കുകളാണ്. സോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും.